നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ദേശീയ മാധ്യമങ്ങളെല്ലാം പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ വലുതായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ആ ഒരു വിഷയമാണ് ഷർമിഷ്ഠ പനോളി എന്ന് പറയുന്ന 22 വയസ്സുകാരിയായ ഒരു നിയമ വിദ്യാർത്ഥിനിയുടെ അറസ്റ്റ്. കൊൽക്കത്ത പോലീസാണ് ഈ നിയമ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മമതാ ബാനർജിയുടെ പോലീസാണ് ഈ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനായിരുന്നു അറസ്റ്റ് എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഉപരിപ്ലവമായി പറയാം. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഈ ഷർമിഷ്ഠ പനോളി നിരന്തരം എഴുതുമായിരുന്നു. അവർ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. തൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പുകഴ്ത്തിക്കൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ പട്ടാളക്കാർ നടത്തിയ വീരോദാത്തമായ ആ ചെറുത്തുനിൽപ്പിനെക്കുറിച്ചൊക്കെ അവർ എഴുതുമായിരുന്നു. ആ എഴുത്തിൽ ഒരെണ്ണം, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇത്രയധികം ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടും എല്ലാ മേഖലകളിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അത് നടപ്പിലാക്കിയ സൈനികർക്ക് അഭിനന്ദനങ്ങളൊക്കെ വരുമ്പോഴും ബോളിവുഡിലെ ചില നടന്മാർ, ചില ആളുകൾ നിശബ്ദത പാലിക്കുന്നുണ്ട്. അത് ദുരൂഹമായ നിശബ്ദതയാണ്, അത് അവസാനിപ്പിക്കണം എന്ന് ഈ 22കാരി എഴുതുന്നു. അത് ഷർമിഷ്ഠ പനോളി പറയുന്നത് 100% ശരിയാണ്. ചിലരൊക്കെ നിശബ്ദത പാലിക്കുന്നുണ്ട്, ദുരൂഹമായ നിശബ്ദത പാലിക്കുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. പക്ഷേ അങ്ങനെ ഒന്ന് നടക്കുന്നുണ്ട് എന്നവർ ചൂണ്ടിക്കാണിയിട്ടുണ്ട്. അവരുടെ വിലയിരുത്തൽ ശരിയായിരുന്നു. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആരോ ഇതിൽ കമൻ്റ് എഴുതുന്നു. ആ കമൻറ്റിന് കൃത്യമായ മറുപടി നൽകുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകുന്നു. ആ മറുപടിയിൽ മതവിദ്വേഷം അല്ലെങ്കിൽ മതനിന്ദ ആരോപിച്ച്, പ്രവാചകനെ നിന്ദ ആരോപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷർമിഷ്ഠ പനോളിക്കെതിരെ പിറ്റേ ദിവസം മുതൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നു. കൊലപാതക ഭീഷണി വരുന്നു, റേപ്പ് ചെയ്ത് കളയുമെന്ന ഭീഷണി വരുന്നു. ഇസ്ലാമിക സംഘടനകളെല്ലാം ഉറഞ്ഞു തുള്ളുകയായിരുന്നു ഷർമിഷ്ഠ പനോളിക്കു നേരെ. ഇവർക്കെതിരെ ഒരു പരാതി വരുന്നു. ഈ പരാതി വരുന്നത് വജാഹത്ത് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ്. വജാഹത്ത് ഖാൻ ആണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നത്. ഞങ്ങളുടെ മതവികാരം ഇവർ വ്രണപ്പെടുത്തിയിരിക്കുന്നു, പ്രവാചകനെ നിന്ദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമല്ല. പ്രവാചക നിന്ദ എന്നൊരു കുറ്റകൃത്യം തന്നെ ഇവിടെ ഇല്ല. പക്ഷേ മതവിദ്വേഷം, കലാപമുണ്ടാക്കൽ എന്നൊക്കെ പറഞ്ഞ ആളുകളെ അകത്താക്കാൻ സാധിക്കും. അങ്ങനെയാണ് മതനിന്ദ ആരോപിച്ച് ഷർമിഷ്ഠ പനോളിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു. കാരണം മമതാ ബാനർജി സർക്കാർ എപ്പോഴും ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി ഭരണം നിലനിർത്തുന്ന ഒരു പാർട്ടിയും ഭരണാധികാരിയുമാണ്. പശ്ചിമ ബംഗാളിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഭരണവിരുദ്ധ വികാരം കൊണ്ട് വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മമത ജയിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പിന്തുണയാണ്. ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണ ഇല്ലാതാക്കുന്ന യാതൊന്നും മമതാ ബാനർജി ചെയ്യുകയില്ല. ഇസ്ലാമിസ്റ്റുകളെ ഒരു തരത്തിലും ജനാധിപത്യപരമായി പോലും ആരും വിമർശിക്കാൻ പാടില്ല. അങ്ങനെ വിമർശിച്ചാൽ അവർ നിയമത്തിൻ്റെ പിടിയിലാകും എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു മമതാ ബാനർജി സർക്കാർ. ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ പെൺകുട്ടി അറസ്റ്റ് ഭയന്ന് ദില്ലിയിലേക്കും ഹരിയാനയിലേക്കുമൊക്കെ പോകുന്നു. ഒടുവിൽ അവിടെ നിന്ന് ഷർമിഷ്ഠ പനോളിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു. ഇപ്പോൾ 14 ദിവസത്തേക്കോ മറ്റോ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജൂൺ 14-15 വരെ അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഈ പെൺകുട്ടിയെ ഇങ്ങനെ ജയിലിൽ അടച്ചിരിക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ചതിൻ്റെ പേരിലാണോ? പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് വരും. കാരണം ഇസ്ലാമിസ്റ്റുകൾക്ക് ഇവരുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇസ്ലാമിസ്റ്റുകളുടെ താളത്തിനൊത്ത് മമതാ ബാനർജി തുള്ളുകയായിരുന്നു. അങ്ങനെയാണ് ഷർമിഷ്ഠ പനോളി അറസ്റ്റിലാകുന്നത്. ഇപ്പോഴിതാ ഷർമിഷ്ഠ പനോളിക്കെതിരെ കേസ് കൊടുത്ത വജാഹത്ത് ഖാനെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നീതി തേടി വരുന്ന കൈകൾ ശുദ്ധമായിരിക്കണമെന്ന് നിയമത്തിൽ അല്ലെങ്കിൽ നീതിയുടെ മേഖലയിൽ ഒരു ചൊല്ലുണ്ട്. അതായത് ഷർമിഷ്ഠ പനോളിക്കെതിരെ മതനിന്ദയ്ക്ക് കേസ് കൊടുത്ത വജാഹത്ത് ഖാനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വജാഹത്ത് ഖാൻ ഒരു തനി ജിഹാദിയും വർഗീയവാദിയും വർഗീയ വിദ്വേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നയാളുമാണ്. നിരവധി കേസുകൾ ഈ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമായി ഇയാളുടെ പേരിലുണ്ട്.
അയാളാണ് ശർമിഷ്ഠ പനോളിക്കെതിരെ കേസ് കൊടുത്ത് ശർമിഷ്ഠ പനോളി ജയിലിൽ കിടത്തിയിരിക്കുന്നത്. അതായത് ഈ വജാഹത്ത് ഖാൻ ഒറ്റയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്ന ഒരാൾ മാത്രമല്ല, അയാൾ ആ പ്രദേശത്ത് ജിഹാദി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത ഒരു വ്യക്തിയെ കൂടിയാണ്. അതായത് റാഷിദി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഫൗണ്ടറാണ് ഈ വജാഹത്ത് ഖാൻ. റാഷിദി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങളുടെ പ്രചരണം നടത്തുന്ന ഒരു സംഘടനയാണ്. മുസ്ലിങ്ങൾ ഇതാ ആക്രമിക്കപ്പെടുന്നു എന്ന രീതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭീതി ജനിപ്പിച്ച് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘടനകളിൽ ഒന്നാണ് ഈ റാഷിദി ഫൗണ്ടേഷൻ. റാഷിദി ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറാണ് ഈ വജാഹത്ത് ഖാൻ. വജാഹത്ത് ഖാൻ്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. വജാഹത്ത് ഖാൻ്റെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഹിന്ദു ദേവീദേവന്മാർക്കെതിരെ അങ്ങേയറ്റത്തെ പരിഹാസം ചൊരിഞ്ഞിട്ടുണ്ട്. ഹിന്ദു ആഘോഷങ്ങളെയെല്ലാം അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവർ പലതരത്തിലുള്ള മതവിരുദ്ധ പ്രസ്താവനകൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവരാണ്. ഈ വജാഹത്ത് ഖാൻ്റെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്ലേ ബോയ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹോളി എന്ന ഉത്സവത്തെ റാപ്പിസ്റ്റ് കൾച്ചർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, കാമാഖ്യ ക്ഷേത്രത്തിൽ നടക്കുന്ന ആരാധനയെ അങ്ങേയറ്റം പരിഹാസ്യമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നിരവധി സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ പ്രചരണം നടത്തുന്ന ഒരു ക്രിമിനലാണ് വജാഹിദ് ഖാൻ. ജിഹാദി സംഘടനയുടെ ഫൗണ്ടറാണ് ഈ വജാഹത്ത് ഖാൻ. ആ വജാഹത്ത് ഖാൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഹിന്ദു പെൺകുട്ടിയെ, വെറും 22-കാരിയായ ഹിന്ദു പെൺകുട്ടിയെ രാജ്യത്തിൻ്റെ സൈനികരെ പിന്തുണച്ചു എന്ന കുറ്റത്തിന് ഇപ്പോൾ മമതാ ബാനർജിയുടെ സർക്കാർ ജയിലിലടച്ചിരിക്കുന്നത്. രാജ്യവ്യാപകമായ പ്രതിഷേധം തന്നെ ഇതിനെതിരെ ഇപ്പോൾ ഉയരുന്നുണ്ട്. BJP കേന്ദ്ര നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ ഇവരെല്ലാം തന്നെ ശർമിഷ്ഠ പനോളിയുടെ അറസ്റ്റിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ശർമിഷ്ഠയ്ക്ക് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. നെതർലൻഡ്സിലെ MP ഗീർത്ത് വിൽഡേഴ്സ് അടക്കം ശർമിഷ്ഠയെ ഉടൻ മോചിപ്പിക്കാൻ നരേന്ദ്രമോദി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രാജ്യത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും ശർമിഷ്ഠയ്ക്ക് അനുകൂലമായി രാജ്യത്തിൻ്റെ സൈന്യത്തിന് വേണ്ടി വാദിച്ച ഒരു യുവതിയെ, ഒരു ദേശസ്നേഹിയായ യുവതിയെ എന്തിന് ജയിലിൽ അടയ്ക്കണമെന്ന ചോദ്യം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരുകളാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. സംസ്ഥാനത്തെ സർക്കാരുകൾക്ക് അവരവരുടേതായ അധികാരങ്ങളുണ്ട്. ആ അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മമതാ ബാനർജി സർക്കാരിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അധികാരം 5 വർഷത്തേക്ക് മാത്രമാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ അധികാരം ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചാൽ മമതാ ബാനർജിക്ക് ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണ മാത്രം കൊണ്ട് വീണ്ടും പശ്ചിമ ബംഗാളിൽ തുടർഭരണം പിടിക്കാം എന്ന് വിചാരിക്കേണ്ട കാലം മാറിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴിതാ ഈ ശർമിഷ്ഠ പനോളിക്കെതിരെ അല്ലെങ്കിൽ ശർമിഷ്ഠ പനോളിയെ അനധികൃതമായി, നിയമവിരുദ്ധമായി ജയിലിൽ അടച്ചിരിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.